പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഗ്രാമപഞ്ചായത്തായ ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ മെമ്പർ പാറയിൽ അസീസ് ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഗ്രാമസഭയിൽ അവിടെ പങ്കെടുക്കുന്ന വോട്ടർമാർക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന മെമ്പർമാർക്കൊക്കെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ 5 കൊല്ലം ആ വാർഡിൽ ആ മെമ്പർ എന്താ ചെയ്തതെന്നൊക്കെ ആ ഗ്രാമസഭയിൽ വരുന്ന മെമ്പർമാരോട് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. അവിടെ നിന്ന് പോയി നോക്കാം നമുക്ക് കേട്ടോ. വർക്കിംഗ് ഗ്രൂപ്പുകൾ തെരഞ്ഞെടുത്ത് ഏറ്റവും ശോചനീയമായിട്ടുള്ള ഓരോ രീതിയിലുള്ള വീട് നമ്മൾ വാർഡിലുണ്ട്. അങ്ങനെ കണ്ടെത്തി അർഹതപ്പെട്ടവനല്ലാത്ത ഒരു കൈകളിലേക്കും ഈ 4 വർഷക്കാലം നമ്മളുടെ ഒരു ആനുകൂല്യവും പോയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിലേക്ക് 500ഓളം വീടുള്ള ഒരു വാർഡിലേക്ക് ഒരു വർഷം കിട്ടുന്നത് 3 or 4 റിപ്പയറുകളാണ്. നിങ്ങളതൊക്കെ മനസ്സിലാക്കി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്തിൻ്റെ നിയമസഭയാണ് ഗ്രാമസഭ. ചേലാമ്പ്ര പഞ്ചായത്ത് 15-ാം വാർഡിൽ ഈ ഒരു ഭരണസമിതിയുടെ അവസാന ഗ്രാമസഭയിൽ പങ്കെടുത്ത വോട്ടർമാർക്ക് മുഴുവനും അവിടുത്തെ വാർഡ് മെമ്പർ നല്ല ഫുഡാണ് ഒരുക്കിയത് കേട്ടോ. പൊറാട്ടയും ചിക്കൻ കറിയും ചായയൊക്കെയാണ് ഒരുക്കിയത്. ഗ്രാമസഭ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാവർക്കും ഫുഡ് ഒരുക്കി വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള വോട്ടർമാർ ഈ ഗ്രാമസഭയിൽ പങ്കെടുത്ത എല്ലാവരും പിരിഞ്ഞു പോയത്. വാർഡ് മെമ്പറെ കുറിച്ച് നമ്മൾ ഇവിടെയുള്ള ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. അവരെന്താണ് പറയുന്നത് എന്ന് തുടർന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കാം. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ റോഡുകൾ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് എടുത്തു പറയാനുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിയിൽ ചേലാമ്പ്ര പഞ്ചായത്ത് 15-ാം വാർഡിൽ വാർഡ് മെമ്പറായി അസീസ് പാറയിൽ വന്നതിന് ശേഷമെന്നാണ് ഓരോരുത്തരും നമ്മളോട് പറയുന്നത്. ഇവർക്കൊക്കെ പാട്ട് പാടണം, മെമ്പർ കൂടെ ഇരുന്ന് പാട്ട് പാടണം. മെമ്പർ ഞങ്ങളെ ടൂറ് കൊണ്ടുപോയി, തൊഴിലുറപ്പ് ടൂറ് കൊണ്ടുപോയി. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടി വന്നതുകൊണ്ട് ഇവർ വളരെ സന്തോഷത്തിലാണ്. ഇനിയും ഈ ഒരു മെമ്പർ വേണം എന്നൊക്കെ നമ്മളോട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്ന് നമുക്ക് വീഡിയോ കേൾക്കാം. ഇവിടുത്തെ ജനങ്ങളോടും വോട്ടർമാരോടും ഇവിടുത്തെ ഈ വാർഡിലെ എല്ലാവരോടും വാർഡ് മെമ്പർ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് ഈ വീഡിയോയിൽ കേൾക്കാം. നമ്മളും ഈ ഒരു വീഡിയോയിലൂടെ ഈ കഴിഞ്ഞ 5 വർഷം ആ വാർഡിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അവിടുത്തെ ജനങ്ങളുടെ മനസ്സിനൊത്തുയരാൻ സാധിച്ച ആ വാർഡ് മെമ്പർക്ക് നമ്മുടെ ചാനലിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയിക്കുകയാണ്. തുടർന്ന് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഈ മെമ്പർ ഇവിടെ വൈകി വന്നതിന് ശേഷം എല്ലാ ഇതിലും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾ പറഞ്ഞ അവിടെ മെമ്പർ എത്തും. ഞങ്ങൾക്ക് റോഡ് ഇപ്പൊ ശരിയായിക്കഴിഞ്ഞ് കുറച്ചും കൂടെ ഉണ്ട്. റോഡ് ശരിയാ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളൊക്കെ സ്ഥലം വിട്ട് മെമ്പർ വന്നതിന് ശേഷം എന്റെ സ്ഥലം തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഇതാണ് എല്ലാരും വൈക്കും വരും. അപ്പൊ അതിലൊക്കെ ഞങ്ങൾക്ക് ചെയ്യാന് മെമ്പർ പോണേ ഞങ്ങൾക്കിപ്പോ സത്യം. 5 വർഷത്തെ വാർഡ് മെമ്പർ പ്രവർത്തനം വളരെ ഉഷാറാണ്. വളരെ പിന്നെ ഒരു 10-35 വർഷത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ 5 വർഷം ആ 35 വർഷം നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അത്ര നല്ല പ്രവർത്തനമാണ്. അത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിന്ന് 5 വർഷം 4 വർഷമാണെങ്കിലും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പരിധി വെച്ചിട്ട് കഴിവിന്റെ പരമാവധി ഒരുപാടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നവർ ചെയ്തിട്ടുണ്ട്. 5 വർഷത്തോളമായി നമ്മുടെ ഈ പഞ്ചായത്തിലെ 15-ാം വാർഡില് നമ്മൾ മെമ്പർ അസീസ് വളരെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ വാർഡിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു അംഗനവാടി വേണമെന്നുള്ള കാര്യവും, അതുപോലെ പിന്നെ പാലക്ക് പഠിക്കുന്ന മുക്കത്തോടൊക്കെ റോഡ് ഉണ്ടാക്കുന്ന കാര്യം, അതുപോലെ പിന്നെ നമ്മുടെ പല വികസന കാര്യങ്ങൾക്കും നമ്മുടെ പുതിയ കല്ലുന്തരിക്കുള്ള ഒരു വഴി ടാറിങ്, അത് പല പരിപാടി വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സേവനം 5 വർഷത്തെ സേവനം വളരെയധികം സുന്ദരമായ സാധനങ്ങളാണ്. ആ സേവനത്തിൽ എല്ലാവരും നന്ദി പറയുകയാണ്. ചേലാമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ നല്ലവരായ നാട്ടുകാർ എന്നെ 4.5 വർഷക്കാലം മുൻപ് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. വളരെയധികം സ്നേഹവും സൗഹൃദവും ഒക്കെ ഇവിടെ തന്നു. അവരെ കൂടെ
ഞാനും അവരിൽ ഒരാളായി. ഞാൻ അപ്പുറത്തെ ഒരു വാർഡിലാണ് എൻ്റെ വോട്ടും. ഞാൻ അപ്പുറത്തെ കഴിഞ്ഞ ഭരണസമിതിയിൽ അപ്പുറത്തെ മെമ്പറും ആയിരുന്നു. അങ്ങനെ ഇവിടെ എത്തി ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞാൽ കല്യാണങ്ങള്, സൽക്കാരങ്ങള്, പല കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ എല്ലാ പരിപാടിക്കും ഇവർ വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഗ്രാമപഞ്ചായത്തിൽ നിന്നും ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഒരു അംഗനവാടി ഉണ്ടായിരുന്നു. അംഗനവാടിക്ക് സ്ഥലം കുടിയാനുള്ള സേഫുക ഒരു 3 സെന്റ് സ്ഥലം തന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വയലായതിനാൽ അവിടെ ബിൽഡിംഗ് എടുക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പ്രിയപ്പെട്ട ശങ്കരേട്ടനെ സമീപിച്ചു 5 സെന്റ് സ്ഥലവും ഗ്രാമപഞ്ചായത്ത് ഇപ്പം അംഗനവാടിക്കുള്ള ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളുടെ വാർഡിലേക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുപരി നമ്മളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പെൻഷന്, മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഗ്രാമസഭയാണ് എനിക്ക് ഈ ഭരണസമിതി കാലയളവിലുള്ളത്. അതില് പ്രിയപ്പെട്ട എൻ്റെ വോട്ടർമാർക്ക്, എൻ്റെ ഗ്രാമവാസികൾക്ക്, ഗ്രാമസഭയാണല്ലോ നമ്മളുടെ നിയമസഭ, അതില് അവരത് സന്തോഷിച്ച് അവരുടെ സന്തോഷവും ഒരു സൗഹൃദവും നമ്മൾ 2 വോട്ടറും ഒത്തുചേർന്ന് ഈ ഭരണസമിതിയുടെ അവസാന ഗ്രാമസഭയാണ് അല്ലേ? അവസാന ഗ്രാമസഭ, ഏകദേശം അവസാന ഗ്രാമസഭ ആവാൻ. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് നല്ലൊരു ഫുഡൊക്കെ കൊടുത്ത് വിടാൻ തീരുമാനിച്ചു. നല്ല ഒരു കോയും പൊറാട്ടിയും ഒക്കെ കൊടുത്ത് അവർക്ക് വളരെയധികമുള്ള സന്തോഷം, അവരുടെ സന്തോഷങ്ങൾ കണ്ടതാണ് ഈ ഗ്രാമസഭയും. ആ ഗ്രാമസഭന്റെ പ്രക്രിയയും വളരെ നല്ല സമ്പൂർണമായിട്ട്. ഓക്കെ, ഇനിയും ഒരു ജനപ്രതിനിധിയായി ഭാവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നാടിനും ജനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷവും ഞാനൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എനിക്കില്ല. എല്ലാ പാർട്ടിക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗുകാരും, BJPക്കാരും, കോൺഗ്രസ്സുകാരും, CPM-മാരും, CPI-ക്കാരും, നാനാ തുറകളിലുള്ള ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാരുടെയും സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ വാർഡിലും എനിക്കുണ്ടായിട്ടുണ്ട്. മെമ്പർ ആയത് മുതൽക്ക് ഞങ്ങൾ തമ്മിൽ വളരെ സഹകരണത്തിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. എല്ലാ വക പിന്തുണയും ഞങ്ങള് ആ മെമ്പർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും നല്ല സഹകരണങ്ങളും മറ്റുള്ള ഓരോ ആവശ്യങ്ങളും ഞങ്ങൾ പറയുമ്പോൾ അതിനോടൊക്കെ സഹകരിക്കുന്നുണ്ട്. വളരെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? വളരെ ആ മെമ്പർ കഴിയുന്ന അത്ര ഒരു MLA MP ഒന്നുമില്ലല്ലോ, അല്ല, വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പറ്റുന്നതും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നതും ചെയ്തു തന്നിട്ടുണ്ട്. ആയതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പാങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. തുടർന്നും വേണം അല്ലേ? ആവശ്യം അതാണ്. ഓക്കെ, എന്നിട്ട് അതാണ് വേണ്ടത് അല്ലേ? എന്താ പറയാനുള്ളത് മെമ്പറെ കുറിച്ച്? ഓരോരുത്തർ പറയാ, ആ മൈക്കിൽ പറഞ്ഞോളൂ. ചേച്ചി പറയേ. നല്ല അഭിപ്രായമാണ്. വികസന റോഡും തോടൊക്കെ നന്നായിണോ? ഒക്കെ നന്നായിണ്. ടൂറ് കൊണ്ടുപോയോ? അങ്ങനെ തൊഴിലുറപ്പ് ടൂറ് കൊണ്ടുപോയി. അതായിട്ടാണ് പോണത്. സന്തോഷായില്ലേ? ഈ ചേച്ചിക്ക് എന്താ പറയല്ലേ മെമ്പറെ കുറിച്ച്? എന്ത് പറയണ്ട? മെമ്പറെ കുറിച്ച് നല്ലത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ എല്ലാത്തിനും ഞങ്ങളെ കൂടെ നിന്ന് നല്ല മെമ്പറാണ്. നിക്കട്ടെ എന്നാ ഞങ്ങളെ വിചാരം. ആണല്ലേ? സന്തോഷായി. ടൂറ് പോയിട്ട് ഓക്കെ 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 ഓക്കെ. അത് എന്തൊരു ഒന്ന് പാടി അത് പാടി. അല്ല, പഠിച്ച പാടി മതി, 2 പാടി മതി. സന്തോഷം. ഒന്ന് പാടി. പാട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വാർഡിന്റെ മെമ്പർ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സേവനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവരെ ഈ ഗ്രാമസഭയിൽ വന്ന ഇവരൊക്കെ പറയുന്നത്, വോട്ടർമാരൊക്കെ പറയുന്നത്. ഈ പ്രദേശത്തുള്ളവർ പറയുന്നതാണല്ലോ അതിന്റെ ഒരു സത്യം. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ചേച്ചി ഒരു പാട്ട് അറിയുന്ന പാടിയാ മതി. നമ്മുടെ വിശ്വാസവും ചിത്രമൊന്നല്ല, പാടിക്കോളി. അമ്പലക്കുളക്കടവിൽ അമ്പലക്കുളക്കടവിൽ വെച്ചോ, കുണ്ടകം പാടവരമ്പിൽ വെച്ചോ, മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ, മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ. കാട്ടുചെമ്പക ചന്തം നല്ല നാട്ടുമണ്ണലിൽ ചന്തം,
കണ്ണപ്പോൾ തൊട്ടേ കണ്ണേ കണ്ണായി വന്നവളെ കണ്ണാടിപ്പൂവേ അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകം പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ വെറുതെ മിഴിയടച്ചാൽ മുന്നിൽ വന്നു നിൽക്കും കുളിരും ചെറുകാറ്റായി കാതിൽ മെല്ലെ മൂളും നുണക്കുലിക്കവെ കുലുക്കിയെന്നവൾ ചിരിക്കവേ ചന്ദ്രൻ ഉദിച്ചു തിളക്കമായി നിങ്ങളുടെ കരിവണ്ടായി വേണം കണ്ണിലെ കണ്ണായി വന്നാളേ കണ്ണാടിപ്പൂവേ അമ്പലക്കുളക്കടവിൽ വെച്ചോ മുണ്ടകം പാടവരമ്പിൽ വെച്ചോ മാൻമിഴിയാം പൂങ്കിളിയെ കണ്ടു ഞാൻ പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാണ് കാത്തിരുന്ന് എത്ര നാളാണ് കാത്തിരുന്ന് അനാനാണ് കഞ്ഞി പൊണ്ണ് വാടാതെ റോസ പെണ്ണ് ബാക്കി വരിയൊന്നും കിട്ടിയില്ലല്ലോ വാടാതെ റോസ കണ്ട് ആസരതും വാസലടി ആന പോകും വീതിയടി പട്ടത്തിയാനയോടെ നീയും പട്ടത്തെ കൂടെ വന്നേ പൂങ്കുയിലേ പൂങ്കുയിലേ എത്ര നാളാണ് കാത്തിരുന്ന് എത്ര നാളാണ് കാത്തിരുന്ന് ഞാനാണ് കണ്ണിക്കൊണ്ട് ഞാനും വാടാതെ റോസ കണ്ട് ഞാനും വാടാതെ റോസ കണ്ട്